എല്ലാവരും തമ്പനയിൽ കണ്ട പോലെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് KSTയുടെ USSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. അപ്പോൾ ഇത് അറിയാത്ത കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ കാണാനായിട്ട് വന്നവരായിട്ട് കാണും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കുഞ്ഞു കാര്യം അറിയണം. അതാണ് ഇത്. എന്താണിത്? 1ൽ നിന്നും 1/2 കുറയ്ക്കുന്നത് എങ്ങനെ 1ൽ നിന്ന് അര അല്ലെങ്കിൽ 1ൽ നിന്ന് അര കുറച്ചാൽ എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര തന്നെയാണ്. 1ൽ നിന്ന് അര കുറച്ചാൽ ഉത്തരം അര തന്നെയാണ്. സംശയമൊന്നും ആർക്കുമില്ല. ഇനി തിരിച്ച് ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയണം. ഇവിടെ 2ഉം ഇവിടെ 3യുമാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. എങ്ങനെയാണ്? താഴെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം സിമിലർ ആയിട്ട് വേണം, അല്ലെ ഒരുപോലെ ആക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നത്. എങ്ങനെയാണ്? ഈ മൂന്നിനെ 1മായി ഗുണിക്കണം. അപ്പോൾ 3 × 1 3 എന്ന് കിട്ടും. മൈനസ് എന്ത് കിട്ടും? 2 × 1 എന്തെന്ന് എഴുതണം? 2/2 × 3. ഇങ്ങനെയാണ് നമ്മൾ ഉത്തരം ചെയ്യുന്നത്. ഇതിനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് കുറയ്ക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ത് കിട്ടും? 1/2 × 3. അപ്പോൾ ഇതെവിടെയെങ്കിലും കണ്ടോ നിങ്ങൾ? ഈ 1/2 × 3 നിങ്ങൾ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും കണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇതാണ് 1/2 × 3. അപ്പോൾ 1/2 × 3ക്ക് പകരം നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 4 × 1 4 4 × 1 4 ചെയ്യുക. അത് കണക്ക് എന്ത് ചെയ്യുക? 3 × 1 3 ചെയ്യുക. 3 × 1 എന്ന് വെച്ചാൽ അതെ 3 × 1. അപ്പോൾ ആദ്യമേ 4 × 1 പിന്നെ 3 × 1 പിന്നെ അടിവശം 3 × 4. അടിവശത്ത് എന്ത് വരും? 3 × 4 എന്ന് വരും. അപ്പോൾ ആൻസർ 1/3 × 4. ഇതും നമ്മുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടു കാണും. ഇതും നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടു കാണും. ഇതെവിടെ കണ്ടു നോക്കണം മക്കളെ? 1/3 × 4 എന്ന് കണ്ടു. അപ്പോൾ അവിടെയും നമുക്ക് മാറ്റി എഴുതാം ഇങ്ങനെ. അപ്പോൾ ഇതാണ് ആ ട്രിക്ക്. അപ്പോൾ എങ്ങനെയാണ് ആ എളുപ്പ വഴി എന്നാണ് ഞാൻ പറയണത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്ത് വരുടാ? 100 - 99/99 × 100 എന്ന് വരും. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ അവിടെയും 1/99 × 100 എന്ന് വരും. അപ്പോൾ സംഭവം മനസ്സിലായല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഭാഗത്തിന് പകരം ഇതായിട്ട് എഴുതും. എന്നിട്ട് ഈ ഭാഗത്തിന് പകരം ക്വസ്റ്റ്യൻ ഇതായിട്ട് എഴുതും. അതാണ് ഈ ഭാഗത്തിന് പകരം ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതും. ഓക്കെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ മാറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് പകരം എന്തെന്ന് എഴുതാം? നിങ്ങൾക്കറിയാം 1 - 1/2 എന്ന് എഴുതി. അപ്പോൾ അത് ബ്രാക്കറ്റിലിട്ടു. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇത്രയും ഭാഗം ഇപ്പോൾ എഴുതിയതായി. പ്ലസ് ഇടയിൽ പ്ലസ് ആണ്. അടുത്ത ഭാഗത്തിന് പകരം നമുക്കറിയാം 1/2 - 1/3. അത് ഞാൻ ചെയ്ത് കാണിച്ചതാണ്. ഇനി പറയേണ്ടല്ലോ. ഈ ഭാഗത്തിന് പകരം നമ്മൾ എന്തെഴുതിയതാ? ഇതെഴുതി. ഇതെവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ല, ഇതല്ല, ഈ ഭാഗം കാണിച്ചിട്ടുണ്ട്. ഓക്കെയാണ്. ഇനി അടുത്തതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം പ്ലസ് 1/3 - 1/4 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഇവിടെ കുത്താണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ 1/3 - 1/4 ആണെങ്കിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും നമുക്കറിയാം. അതുപോട്ടെ ഒരു വട്ടം ഒന്ന് കാണിച്ചേക്കാം. അതെന്തായിരിക്കും ചോദിച്ചാൽ 1/4 - 1/5 ആയിരിക്കും. സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. നോക്ക്, ഇത് 2 3 പിന്നെ 3 4 പിന്നെ 4 5. അത് കഴിഞ്ഞിട്ട് എക്സെട്ര കഴിഞ്ഞതിന് ശേഷം 1/99 - 1/100 എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാം ഈ കൊടുത്തിരിക്കുന്നതിന് പകരം നമുക്ക് ഏത് എഴുതാം? ദാണ്ട് ഇപ്പോൾ പറഞ്ഞു തന്നത് എഴുതാം കേട്ടോ. ഇത് തന്നെയാണല്ലോ. ഇത് 1/99 - 1/100. ഇനി നിങ്ങൾ നോക്കിയ മക്കളെ, നോക്കുക ഇതിൻ്റെ ഉത്തരം ഇവിടെ പ്ലസ് ആണ്. നോക്കി, ഇത് -1/2ഉം ഇത് +1/2. ആ ബ്രാക്കറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കൂട്ടാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ -1/2ഉം ഈ 1/2 കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? വെട്ടിപ്പോകുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? വെട്ടിപ്പോകും. അപ്പോൾ ഈ -1/2ഉം +1/2ഉം വെട്ടിപ്പോയി. -1/3ഉം +1/3ഉം വെട്ടിപ്പോയി. -1/4ഉം +1/4ഉം വെട്ടിപ്പോയി. ഇതിൻ്റെ ഇവിടെ എക്സെട്ര ഉണ്ട്. അപ്പോൾ എക്സെട്ര ഉണ്ടെങ്കിൽ അവിടെ ഒരു -1/99 ഉണ്ടാവും. അതും ഈ +1/99ഉം വെട്ടിപ്പോവും. അപ്പോൾ ബാക്കി ഈ ചോദ്യത്തിൽ എന്തുമാത്രം നിലനിൽക്കും? ഇവിടുത്തെ 1ഉം ഇവിടുത്തെ -1/100ഉമാണ് ഇതിൽ ബാക്കി ഉണ്ടാകുന്നത്. അപ്പോൾ ബാക്കി എന്ത് വരും? 1 - 1/100 മാത്രം ബാക്കി വരും. അപ്പോൾ ഈ ചോദ്യത്തിൽ ബാക്കിയെല്ലാം ഇങ്ങനെ ക്യാൻസലായി പോയിട്ട് ആദ്യത്തെ 1ഉം അവസാനത്തെ -1/100ഉം ഇതുപോലെ വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തോ മക്കളെ? 1 - 1/100ൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ /1 ഇടുക. ഇവിടെയും ക്രോസ് ചെയ്യുക. എന്ത് ചെയ്യുക? 100 - 100 എന്ന് പറയുമ്പോൾ ഇത്
100 ഒന്നുകൂടെ ഗുണിച്ച് 100 മൈനസ് ഈ 1 ഒന്നുകൂടെ ഗുണിച്ചാൽ 1 ബൈ ഈ 1 100 ഗുണിച്ചാൽ 100. അപ്പോൾ ആൻസർ എത്ര വരും ഇവിടെ? 99/100 ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 99/100 ആകുന്നു. അപ്പോൾ ഇത്ര മാത്രമായിരുന്നു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇതറിയാത്ത പലരും ഉണ്ടായിരുന്നു. അവർക്കെല്ലാം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ മറ്റ് USSൻ്റെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. USS മാത്സിന് 20 മാർക്കും നമുക്ക് സെറ്റ് ചെയ്യാം. ഈ KSTയുടെ മറ്റ് ചോദ്യങ്ങളുമായിട്ടുള്ള വീഡിയോസ് ഉടനെ തന്നെ വരും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കും.